ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോണത് ഒരു ഹണി ഗാർലിക് ചിക്കനാണ്. അതിനായിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്നത് ബോൺലെസ് ചിക്കനാണ്. കാരണം ഇത് കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ. കുറച്ച് മധുരമൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ബോൺലെസ് ചിക്കനിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനായിട്ട് നമ്മളിവിടെ ബോൺലെസ് ചിക്കൻ ഒരു പീസ് എല്ലില്ലാത്ത ചിക്കൻ ഇവിടെ എടുത്തു. അത് ഇതുപോലെ ഒന്ന് ക്രോസ് ആക്കി ഒരു ഇൻഡു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലോട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഈ കട്ട് ചെയ്ത് വെച്ച ബോൺലെസ് ചിക്കന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഈ സമയം നമ്മൾ ഇതിലോട്ട് ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഗാർലിക് നമ്മൾ ചെറിയ പീസുകളായിട്ട് വളരെ നൈസായിട്ടുള്ള കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഒരു 2 അല്ലി ഗാർലിക് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൽ കുറച്ച് പെപ്പർ ചേർക്കുക, സോൾട്ട് ചേർക്കുക. ഇതൊന്ന് ഒരു സൈഡ് വെന്ത് വരുന്ന സമയത്ത് നമ്മളൊന്ന് തിരിച്ചിട്ട് മറ്റേ വശം കൂടെ കൂടി ഒന്ന് വേവിച്ചെടുക്കുക. 2 സൈഡും ഇതുപോലെ ഒരു 5 മിനിറ്റ് ഒന്ന് തിരിച്ചും മറിച്ചും വെച്ച് വേവിച്ചെടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ നല്ല പ്യുവർ ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഹണി നമുക്ക് ഒരു 3-4 ടീസ്പൂൺ ഹണി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അളവൊന്നും എടുക്കണില്ല, ഞാൻ വെറുതെ സ്ക്യൂസ് ചെയ്ത് ഇതിലോട്ട് ഹണി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് എത്ര മധുരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഹണി ചേർക്കാം കേട്ടോ. ഇതൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ കൈ അളവാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ അളവ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഒരു 4 സ്പൂണ് ഇതിലോട്ട് ഹണി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് വീണ്ടും തിരിച്ചും മറിച്ചും ഈ ഹണിയിലൊന്ന് വേവിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് സോയാ സോസാണ്. സോയാ സോസ് കുറച്ച് ചേർത്താൽ മതി, ഒരുപാട് ചേർക്കരുത്. ഒരുപാട് ചേർത്താൽ ഒരു പുളി അധികമായി പോവും. അപ്പോൾ ഇതിനകത്ത് ഉപ്പും പുളിയും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ സോയാ സോസ് ഒരു കുറച്ച് ചേർത്താൽ മതി കേട്ടോ, കുറച്ച് ചേർക്കുക. അതിനുശേഷം ഈ സോയാ സോസിലും തേനിലും ഇത് കിടന്ന് നല്ലപോലെ വെന്ത് കിട്ടണം. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഈ സോയാ സോസിൻ്റെയും തേനിൻ്റെയും ഒക്കെ ഒന്ന് കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ഡാർക്ക് കളറാവും. നമ്മുടെ ചിക്കനിലൊക്കെ ആ കളറായിട്ട് ഒരു ഗ്ലൈസിങ് ഉള്ള ഒരു നല്ലൊരു ഫിനിഷിങ് കളർ നമുക്ക് ഇതിൽ കിട്ടും. ആ സമയത്ത് നമ്മൾ ഇതിലോട്ട് സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇതൊന്ന് 2 സൈഡും ശരിക്കും തിരിച്ച് വെച്ച് ഒന്നുകൂടെ ചൂടാക്കി വേവിക്കുക. നമ്മുടെ ഗാർലിക്കും ചിക്കനും തേനും സോയാ സോസും എല്ലാം ഇതിൽ നല്ലതായിട്ട് പിടിച്ച് നല്ലൊരു കോട്ടിങ്ങായിട്ട് നല്ല ഭംഗിയായിട്ടായിരിക്കും നമുക്ക് കിട്ടണത്. അപ്പോൾ നമ്മളിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുക, നമ്മളിത് സെർവ് ചെയ്യുക, കഴിക്കുക. അപ്പോൾ എൻജോയ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു റെസിപ്പി. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാം, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു നല്ല റെസിപ്പികൾക്കായിട്ട് നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത ഡ്യൂട്ടി ഇനി ഇത് കഴിച്ച് ആസ്വദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിലോട്ട് കിടക്കുകയാണ്. ഞാനതൊന്ന് കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ. ഉപ്പും ഇതിൻ്റെ ആ സോയാ സോസിൻ്റെയും തേനിൻ്റെയും ഒക്കെ ടേസ്റ്റ് എങ്ങനെ ആയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. ഓക്കെ, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ആ ചെറിയൊരു കഷ്ണം പീസ് മുറിച്ചെടുത്തിട്ട് ആ തേനും സോയാ സോസിലൊക്കെ മുക്കിയിട്ട് ശരിക്കും ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് നമ്മളത് എൻജോയ് ചെയ്ത് കഴിക്കുക. വളരെ ടേസ്റ്റിയാണ്, വളരെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല പുത്തൻ വീഡിയോകൾക്കായിട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, അതുവരെ ബൈ.